അവർക്ക് നമസ്കാരം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സിമ്പിളായിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി പറഞ്ഞു തരട്ടെ. ചോറിന് മാത്രമല്ല കേട്ടോ, അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ ഈ കറി കോമ്പിനേഷനാണ്. അപ്പോൾ വേഗം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 7 ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, ഒരു സവാള, ഒരു തക്കാളി, ഒരു കഷ്ണം മുരിങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വഴുതനങ്ങയുടെ എണ്ണം ഒരു 3-4 വഴുതനങ്ങയൊക്കെ വെച്ചും നിങ്ങൾക്ക് ഈ കറി തയ്യാറാക്കാം കേട്ടോ. 7 വഴുതനങ്ങയൊക്കെ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് ഈ കഷ്ണങ്ങളെല്ലാം നമുക്ക് ആ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അതിലേക്ക് ഒരു 2-3 പച്ചമുളക്, ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം, ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 1/4 ഭാഗം കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ ഇത് വേഗം വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് വേണം. അതിനായിട്ട് ഒരു 1.5 പിടി തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിലേക്ക് ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ, നല്ല മഷി പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി നമ്മുടെ അരപ്പ് നമ്മുടെ വെന്ത കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒന്ന് പിഴിഞ്ഞെടുത്ത് ആ പുളിവെള്ളവും നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർക്കണം. പിന്നെ നിങ്ങൾക്ക് കറി എത്ര വേണം എന്നതിനനുസരിച്ച് വെള്ളവും കൂടി നിങ്ങൾക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വറവും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൂടെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.